കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ സിനിമാ താരമായതിന്റെ തലക്കനം തീരെയില്ലാതെയാണ് ദേവിക സഞ്ജയ് എന്ന കൊച്ചുനടി സിനിമാ രംഗത്ത് ചുവടുറപ്പിക്കാനൊരുങ്ങുന്നത്. ക്രിസ്മസ് റിലീസായി എത്തിയ ഞാൻ പ്രകാശൻ എന്ന സത്യനന്ദിക്കാട് ചിത്രത്തിൽ ഫഹദ് ഫാസിലിന് നായികയായാണ് ദേവിക തകർത്തഭിനയിച്ചത്. കേരളക്കര മുഴുവൻ നെഞ്ചിലേറ്റിയ ടീനമോൾ എന്ന കഥാപാത്രത്തെ അവിസ്മരണീയമാക്കി മാറ്റിയ ദേവികയുടെ അഭിനയമികവിൽ അഭിമാനം കൊള്ളുകയാണ് ജന്മനാടായ കൊയിലാണ്ടിക്കടുത്ത വൈദ്യരങ്ങാടി എന്ന കൊച്ചു ഗ്രാമവും. കൊയിലാണ്ടി മുത്താമ്പിക്കടുത്ത് വൈദ്യരങ്ങാടിക്കാരുടെ സ്വകാര്യ അഹങ്കാരമായി കണ്ണടച്ചു തുറക്കും മുമ്പാണ് ദേവിക സഞ്ജയ് എന്ന ഈ കൊച്ചുമിടുക്കി മാറിയത്. അതിനുമപ്പുറം മലയാളക്കരയുടെ പ്രിയതാരമായി ഇപ്പോൾ ദേവിക വളർന്നു കഴിഞ്ഞു. കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ട സംവിധായകനായ സത്യനന്ദിക്കാടിൻ്റെ ഞാൻ പ്രകാശൻ എന്ന ചിത്രത്തിൽ ഫഹദ് ഫാസിലിൻ്റെ നായികയായാണ് ഈ നാട്ടിൻ പുറത്തുകാരി പെൺകുട്ടി പ്രേക്ഷകരുടെ ഹൃദയം കവരുന്നത്. വർണ്ണങ്ങൾ തൂവി ആശപ്പൊൻ താരങ്ങളങ്ങിങ്ങാൻ നീലക്കൺ ചിമ്മി മണ്ണിൽ മാമ്പൂവിൽ മുത്താമ്പി വൈദ്യരങ്ങാടിയിലെ വീട്ടിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ അച്ഛൻ സഞ്ജയിനും കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ അമ്മ ശ്രീലതയ്ക്കും സഹോദരൻ ദേവാനന്ദനുമൊപ്പം വലിയ സന്തോഷത്തിലാണ് കോഴിക്കോട് കേന്ദ്രീയ വിദ്യാലയത്തിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ദേവിക സഞ്ജയ്. ഒരു പുതുമുഖത്തിൻ്റെ യാതൊരു പേടിയുമില്ലാതെ ഫഹദ് ഫാസിലിൻ്റെ നായികയായ ടീനമോൾ എന്ന കഥാപാത്രത്തെയാണ് തൻ്റെ സ്വാഭാവിക അഭിനയത്തിലൂടെ ദേവിക അവിസ്മരണീയമാക്കി മാറ്റിയത്. മുത്താമ്പിയിലും വൈദ്യരങ്ങാടിയിലും കൊയിലാണ്ടിയിലുമെല്ലാം തങ്ങളുടെ നാട്ടുകാരിയായ മിടുക്കിപ്പെണ്ണ സിനിമാ താരമായതിൻ്റെ സന്തോഷം ആളുകൾ ബാനറിൻ്റെയും ബോർഡുകളുടെയും ഫേസ്ബുക്ക് വാട്സാപ്പ് പോസ്റ്റുകളുടെയും എല്ലാം രൂപത്തിൽ പറവർത്തിക്കുകയാണ്. കൊയിലാണ്ടിയിലെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വെച്ചാണ് തൻ്റെ ആദ്യ ചിത്രത്തിൻ്റെ വിശേഷങ്ങളും അനുഭവങ്ങളുമെല്ലാം ദേവിക പങ്കുവച്ചത്. ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് കാണാൻ പോയത്. ഫസ്റ്റ് ഷോ കണ്ടതൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്നലെ തിയേറ്ററിനൊക്കെ ഫുൾ ആർപ്പ് വിളിച്ച് ഒച്ചുണ്ടാക്കി എല്ലാവരും ഫ്രണ്ട്സൊക്കെ ഭയങ്കര കമ്പനി നന്നായി സപ്പോർട്ട് ചെയ്തു. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്തു. ഷൂട്ടിൻ്റെ ടൈമിലായിരുന്നെങ്കിൽ അപ്പോഴും ഫോൺ ചെയ്തു, സംസാരിച്ചു, എനിക്ക് നോട്ട്സൊക്കെ ഷെയർ ചെയ്ത് തന്നു. എല്ലാവരും പ്രത്യേകിച്ച് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ആദിത്യ പറയുന്ന കുട്ടി നന്നായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തു ഫുൾ. പിന്നെ ക്ലാസ് തിരിച്ച് വന്നിട്ടാണെങ്കിൽ ഒരുപാട് പേര് നല്ലോണം ഹെൽപ്പ് ചെയ്തു. എനിക്ക് എടുത്ത ക്ലാസ്സൊക്കെ എനിക്ക് ഒന്നും കൂടി പറഞ്ഞു തന്നു. പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണല്ലോ മാക്സിമം എൻജോയ്മെൻറ്റ്. ഷാനുക്ക ഫഹദ് ഫാസിൽ ഭയങ്കര സപ്പോർട്ടീവാണ്. നമ്മൾ എത്ര ടേക്ക് പോയാലും ഭയങ്കര പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്യും. എത്ര തെറ്റിച്ചാലും ലൈൻസ് ഡയലോഗ്സിൻ്റെ ഒന്നും ഹെൽപ്പൊന്നും ചെയ്യൂല. പക്ഷേ ഭയങ്കര പേഷ്യൻസാണ്. ഇരുന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ എത്ര വേണമെങ്കിലും ചെയ്ത് നന്നായിട്ടുണ്ടെങ്കിൽ നന്നായി എന്ന് പറയും. നന്നായി എന്ന് പറയുന്നത് ഭയങ്കര അപ്രീസിയേഷൻ ആയിട്ട് തോന്നും. എപ്പോഴൊന്നും പറയൂല, നന്നായാലേ പറയുള്ളൂ. അത് കേൾക്കാൻ വേണ്ടിയിട്ട് നന്നാക്കാൻ തോന്നും. പിന്നെ സോങ് കട്ടൊക്കെ എടുക്കുമ്പം എനിക്കിങ്ങനെ കഥ പറഞ്ഞു തരുമായിരുന്നു. എന്തെങ്കിലും സംസാരിച്ച് നടക്കുമ്പം അതൊക്കെ നല്ലോണം എൻജോയ് ചെയ്തു. ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ ഭയങ്കര കമ്പനി ആയിരുന്നു. എപ്പോഴും ഇല്ല, പക്ഷെ എന്നാലും സംസാരിക്കുമ്പോൾ നന്നായിട്ട് സംസാരിക്കും. കൂടെ പഠിക്കുന്ന കൂട്ടുകാർക്ക് ദേവിക സിനിമാ നടിയായി എന്നും മലയാള സിനിമാ ലോകം തങ്ങളിൽ ഒരാളെ രേഖപ്പെടുത്തി എന്നൊക്കെയും അറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. എന്നാലും ക്ലാസ്സിലെ കുസൃതിക്കാരിയായ സഹപാഠിയായി തന്നെയാണ് ഈ സിനിമാ താരത്തെ കൂട്ടുകാർ കാണുന്നത്. ഇവിടെ നമ്മളൊരു ക്ലാസ്സിൻ്റെ ഒരു പാർട്ടായതുകൊണ്ട് നമുക്കൊരു നല്ല പ്രൗഡുണ്ട്. നമ്മളൊക്കെ ഇവിടെ ഫ്രണ്ട്സാന്ന് പറയാനൊക്കെ ഒരു എന്താ പറയുക, ഒരു ഹാപ്പിനെസ് എന്താ തോന്നുന്നുണ്ട്. ക്ലാസ്സിൽ നന്നായി പഠിക്കുകയൊക്കെ ചെയ്യും. ചില സമയത്ത് ചില കുസൃതികൾ ഒക്കെ ചെയ്യാറുണ്ട്. കുസൃതികളെന്ന് വെച്ചാൽ ചില സമയത്ത് അടി അങ്ങനത്തെ ഇതൊക്കെ കിട്ടലുണ്ട്. ആദ്യ ചിത്രത്തിൻ്റെ വിജയത്തിന് ശേഷം സംവിധായകൻ കമലിൻ്റെ ചിത്രം, നിധിൻ രഞ്ജി പണിക്കരുടെ പുതിയ ചിത്രം എന്നിവയിലും ദേവിക സഞ്ജയിന് അവസരം ലഭിച്ചു കഴിഞ്ഞു. ഞാൻ പ്രകാശനിലെ ടീനമോളെ മികവോടെ രേഖപ്പെടുത്തിയ ഈ കൊച്ചുതാരത്തിൻ്റെ അടുത്ത അഭിനയ വിസ്മയത്തിനായി കാത്തിരിക്കുകയാണ് ജന്മനാടായ വൈദ്യരങ്ങാടിയും ഒപ്പം നല്ല സിനിമയെ സ്നേഹിക്കുന്ന മുഴുവൻ മലയാളി പ്രേക്ഷകരും. ക്യാമറമാൻ ശ്രീലാൽ മേപ്പയൂരിനൊപ്പം രാജേഷ് പറമ്പിൽ, കേരള വിഷൻ, കോഴിക്കോട്.